ആലപ്പുഴ ചന്ദരൂരിൽ ദേശീയപാതയിലെ കുഴിയിൽ കാൽനട യാത്രക്കാരി വീണു. വെള്ളക്കെട്ടിൽ പാതിയോളം മുങ്ങിയെങ്കിലും കൂടെ ഉണ്ടായിരുന്നവർ പിടിച്ചുകയറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേർന്നുണ്ട്. രഘു, എപ്പോഴാണ് ഈ കുഴിയിൽ വീണത്? പരിക്ക് എത്രത്തോളമാണ്? അരൂരിനടുത്തുള്ള ചന്ദരൂർ എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഒരു കുട്ടി ആ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ഒരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നതുള്ള ഒരു ചെറിയ കുഞ്ഞായിരുന്നു ആ കുഴിയിൽ വീണതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് അത്യാവശ്യം പൊക്കമുള്ള ആളായതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ പൊക്കമുള്ള ആളിന് തന്നെ അരയാളോളം താഴ്ചയുണ്ടായിരുന്നു. ഈ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ഒരു മേഖലയാണ് തുറവൂർ മുതൽ അരൂർ വരെയുള്ളത്. അവിടെ ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള കുഴികളും ഒക്കെ ഉണ്ട്. നമ്മൾ പലതവണ ആ വാർത്ത ചെയ്തതാണ്. പക്ഷേ എന്തു തന്നെ ആയാലും അതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനികളോ ഉദ്യോഗസ്ഥർക്കോ യാതൊരു വിധമായ കുലുക്കവുമില്ല എന്നുള്ളതാണ് ഈ അപകടവും തെളിവാക്കുന്നത്. എന്തായാലും അവിടെ ഈ അപകടത്തിന് പിന്നാലെ നാട്ടുകാർ അല്പനേരം റോഡ് ഉപരോധിക്കുകയും അവിടുത്തെ ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടയുകയും ഒക്കെ ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് അവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം. കാരണം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ഏതാ കുഴി ഏതാ എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. മഴയ്ക്ക് മുമ്പ് കുഴി അടച്ചുമില്ല, അല്ലെങ്കിൽ കുഴി ഉള്ളിടത്ത് എന്തെങ്കിലും മുന്നറിയിപ്പ് ബോർഡുകളൊട്ട് സ്ഥാപിച്ചിട്ടുമില്ല. ശരി.